തൃശൂർ. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. നമസ്കാരം. ബ്രേക്കിംഗ് നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയും പുലിയും. സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ വീട് ആക്രമിച്ചു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. 2 மாதத்துக்கு முன்னாடியே 5 மாடை அடிச்சிருக்கு. கவர்மெண்ட் இதுவரை எந்த நடவடிக்கையும் எடுக்கல ஃபாரஸ்ட் டிபார்ட்மெண்ட்லேருந்து. அதனால் ഇത് ഞങ്ങൾക്ക് ഒരു ശക്തമായ ഒരു നടപടിക്ക് എടുത്ത് കേരളം ബൂത്തിലെത്താൻ ഇനി 1 മാസം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. ബൂത്ത് തല കൺവെൻഷനിലേക്ക് കടന്ന് LDF. നിയോജക മണ്ഡലം കൺവെൻഷനുകളുമായി UDF. ദേശീയ നേതാക്കളുടെ വരവിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കളുടെ കയ്യാങ്കളിയിൽ നടപടിക്ക് സാധ്യത. തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്ന് സൂചന. വാർത്താ സമ്മേളനത്തിനു ശേഷവും നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത. സംസ്ഥാനത്ത് വ്യക്തികളും സ്ഥാപനങ്ങളും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് തോട്ടഭൂമി. 11 ജില്ലകളിലായി 200ഓളം തോട്ടഭൂമി കൈവശം വച്ചിരിക്കുന്നത് അനധികൃതമായി. ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ സർക്കാർ പരാജയം. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 15 കേസ് മാത്രം. രേഖകൾ കേരള വിഷൻ ന്യൂസിന്. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ കപ്പലിടിച്ച് പാലം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ 6 പേരും മരിച്ചിരിക്കാമെന്ന് കോസ്റ്റ് ഗാർഡ്. തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. കപ്പലിലെ വൈദ്യുതി ബന്ധം നിലച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 22 ജീവനക്കാരും സുരക്ഷിതരെന്ന് അധികൃതർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഇരു ടീമും ഇറങ്ങുന്നത് ആദ്യ ജയം തേടി. വാർത്തകളിലേക്ക് വിശദമായി. ഇടുക്കിയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിംഗുകണ്ടത്ത് പുലർച്ചെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൂനമ്മാക്കൽ മനോജ് മാത്യുവിന്റെ വീടാണ് ആന ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചത്. പുലർച്ചെ എത്തിയ ആന കൊമ്പുപയോഗിച്ച് ഭിത്തിയിൽ ശക്തിയായി കുത്തുകയായിരുന്നു.